പെട്ടിക്കടയുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും പൊളിച്ചു നീക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയതിനു പിന്നാലെ വൈക്കത്ത് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ കടയുടമയുടെ മൃതദേഹവുമായി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം. ധീവരസഭയുടെ നേതൃത്വത്തിലാണ് മരണത്തിൽ പ്രതിഷേധിച്ചും സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യമുന്നയിച്ച നഗരസഭയ്ക്ക് മുന്നിൽ മൃതദേഹം വെച്ച് പ്രതിഷേധിച്ചത്. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് നാരായണൻ, ശാഖാ സെക്രട്ടറി എം കെ മോഹനൻ, പ്രസിഡന്റ് ബാഹുലയൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബോട്ട് ജെട്ടിക്ക് സമീപം പെട്ടിക്കട നടത്തുന്ന തട്ടിങ്കൽ ഭാഗത്ത് പുത്തൻതറയിൽ 62 വയസ്സുള്ള പി അശോകൻ 19 രാവിലെയാണ് ജീവനൊടുക്കിയത്. നഗരസഭയുടെ താൽക്കാലിക ലൈസൻസിൽ പ്രവർത്തിച്ചിരുന്ന പെട്ടിക്കട കഴിഞ്ഞ ദിവസം വീതി കൂട്ടി പണിതതുമായി ബന്ധപ്പെട്ട് പരാതിയിൽ പൊളിച്ചു നീക്കണമെന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകുകയും കടയിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അശോകൻ കട തുറക്കാതെ മനോവിഷമത്തിലായിരുന്നുവെന്നും ഇതാണ് ജീവനൊടുക്കാൻ കാരണമായതെന്നും ആരോപണം ഉയർന്നിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം നഗരസഭയ്ക്ക് മുന്നിൽ കൊണ്ടുവച്ച് നടത്തിയ പ്രതിഷേധ സമരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം നഗരസഭയ്ക്ക് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. തുടർന്ന് പ്രതിഷേധക്കാരുമായി സംസാരിച്ച് അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ മൃതദേഹവുമായി പോയത്. അശോകന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും.